ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോകനാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ചത്. ജയകുമാറിന്റെ നിയമനം ചട്ടലംഘനമാണ് എന്നാണ് അശോകിന്റെ വാദം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ജില്ലാ കോടതിയാണ് സമീപിച്ചിരിക്കുന്നത്. ജയകുമാറിന്റെ നിയമനം ചട്ടലംഘനമാണ് എന്നാണ് അശോകിന്റെ വാദം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് സർക്കാരിലെ തന്നെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോക് ഇപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന കെ ജയകുമാർ IASനെ ഇത് അയോഗ്യനാക്കണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന് കാരണമായി അശോക് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരം, അതിലെ ചട്ടം 7 പ്രകാരം സർക്കാർ ശമ്പളം വാങ്ങുന്ന അദ്ദേഹത്തെ അങ്ങനെ ഒരാളെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായോ അംഗമായോ നിയമിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ആ ചട്ടത്തിന്റെ ലംഘനമാണ് ഈ ജയകുമാറിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായുള്ള നിയമനം എന്നുള്ളതാണ് ബി അശോകിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. അതായത് അതിന് അദ്ദേഹം പറയുന്നത്, നിലവിൽ IMG സർക്കാരിന് കീഴിലുള്ള IMG എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ് ഈ കെ ജയകുമാർ. അത് സർക്കാരിൽ നിന്ന് നേരിട്ട് ശമ്പളം വാങ്ങുന്ന ഒരു പദവിയാണ്. ആ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ ജയകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായും നിയമിതനായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. അതായത് ഈ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിലെ 7ാം വകുപ്പ് അല്ലെങ്കിൽ ചട്ടപ്രകാരം ഇത് ശരിയായ കാര്യമല്ല. അങ്ങനെ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായോ അല്ലെങ്കിൽ അംഗമായോ നിയമിക്കാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്നുകൂടി പറയുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമനുസരിച്ച് അവിടെ നിന്ന് ഈ IMGയിൽ നിന്ന് ഈ വിവരാവകാശ പ്രകാരം എടുത്ത നിയമം അനുസരിച്ച് കഴിഞ്ഞ 25 വരെയും അദ്ദേഹം ഇപ്പോഴും അവിടെ IMG ഡയറക്ടറായി തുടരുന്നുണ്ട് എന്നുകൂടി ബി അശോക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ ജയകുമാറിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്, താൻ ഇരട്ട പദവിയിൽ നിലവിൽ തുടരുന്നില്ല. അതായത് IMG ഡയറക്ടർ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വന്നാൽ സ്വാഭാവികമായും ആ സ്ഥാനം ഒഴിയും. നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പുതിയ ഒരാളെ നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ താൻ ആ പദവി ഒഴിയും എന്നുള്ള കാര്യമാണ് കെ ജയകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, താൻ നേരിട്ട് അല്ല, സർക്കാർ നേരിട്ടല്ല IMG ഡയറക്ടർക്ക് ശമ്പളം നൽകുന്നത്. അത് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിൽ നിന്ന് വരുന്ന പണമാണ്, അല്ലാതെ സർക്കാരിൽ നിന്ന് നേരിട്ട് പണം വാങ്ങുന്നില്ല എന്നുകൂടി കെ ജയകുമാർ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ IMG ഡയറക്ടർ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വരുന്ന മുറയ്ക്ക് ആ സ്ഥാനവും ഒഴിയുമെന്നും കെ ജയകുമാർ അറിയിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോകനാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജയകുമാറിന്റെ നിയമനം ചട്ടലംഘനമാണെന്നാണ് അശോകിന്റെ വാദം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജ് ആണ്. കൊച്ചിയിൽ റെയിൽവേ ട്രാക്കിൽ ആട്ടുകൾ. പച്ചാളത്തെ മേൽപ്പാലത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ